ഞാൻ ഡോക്ടറെ കാണാൻ പോവില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തിനാ ഫോൺ ചെയ്തേ? നിനക്കെന്താ മനസ്സിലാവില്ലേ? ഇനി എന്നെ ഫോൺ ചെയ്യരുത്. ഇപ്പം എന്താ പറഞ്ഞു വരുന്നേ? നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണോ? അങ്ങനെയൊന്നും എന്നെക്കൊണ്ട്. ഞാൻ വിളിക്കാം. നിനക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചോണ്ടെന്നാ. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടിക്കാലത്ത് നീ ആഗ്രഹത്തോടെ ചോദിക്കാറില്ലേ? അതുകൊണ്ടാണ് സർപ്രൈസായിട്ട് വാങ്ങിച്ചോണ്ട് വന്നേ. എന്ത് പറ്റി മോളെ? ഇത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? താങ്ക് യു അച്ഛാ. ഓ അച്ഛാ, ടവലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ശരി. ഞാൻ പോയി കുളിച്ചിട്ട് വരാം മോളെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? ആ നീലിനി കല്യാണത്തിന് സമ്മതിക്കോ? കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ. എന്താ അമ്മേ? തുഷി, തുഷി, ഇത് കൂടുതലൊന്നും പറയാനില്ല. അവനെ കല്യാണം ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ മോളെ? നിങ്ങളെ ഒന്നിച്ചു വെക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വന്നത്. അച്ഛ ബാഗ് വേണ്ട വേണ്ട വേണ്ട, നീ വെറുതെ സംസാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ എന്ത് കരുതും? നാളെ അവരുടെ മുന്നിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശിയൊക്കെ? ദയവേത് രണ്ടുപേരും കല്യാണം കഴിക്കേ. അതാ ഞങ്ങളുടെ സന്തോഷവും. നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി എൻ്റെ ജീവിതം ത്യാഗം ചെയ്യാൻ എനിക്ക് പറ്റില്ല. മനസ്സിലാക്ക് പ്ലീസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്ന അവസ്ഥയിലല്ല അവളെന്ന്. നീ എന്തിനാ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ നീലിൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അദ്ദേഹം ഒരു വക്കീലാണെന്നറിയാം. നമുക്ക് തീർച്ചയായിട്ടും ന്യായം കിട്ടും. എന്ത് കിട്ടുമെന്നാ? അദ്ദേഹത്തിന്റെ മോനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എല്ലാം നമ്മുടെ സമയം. വെറുതെ ടെൻഷൻ ആകണ്ട. നിങ്ങൾ എന്താ പറഞ്ഞേ? ചിൽ ചിൽ. അദ്ദേഹം ഇവിടെ വരുമ്പോഴേ നീ ഒന്ന് സമാധാനത്തോടിരിക്കണം. തുഷി മോളെ, മോളെ തുഷി, തുഷി മോളെ. ഇത് കണ്ടോ നീ? ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല. ഇതുകൊണ്ടുള്ളത് ഞാൻ ഇടുന്നില്ല. ഇതിനെന്താ? ഈ ഡിസൈൻ നന്നായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ശാന്തയെ കണ്ടപ്പോ അവൾ ഈ ഡിസൈൻ ആയിട്ടിരുന്നത്. അവള് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശാന്തയ്ക്ക് ഈ ഡിസൈൻ ചേരുമ്പോ എന്റെ മോക്ക് ചേരാതിരിക്കോ? അടിപൊളിയായിരിക്കും. ദാ മോള് തന്നെ ഇട്ട് നോക്കിയേ. അപ്പൊ ഇത് അവർക്കും കൊടുത്തേക്ക്. ശാന്തയ്ക്ക് കൊടുക്കാൻ എനിക്കറിയാം. അത് നീ എന്തിനാ പറയുന്നേ? എപ്പോ നോക്കിയാലും തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കും. നീ കാണിക്കുന്നൊന്നും ശരിയല്ല മോളെ. എനിക്ക് സഹിക്കാനാവുന്നില്ല. അമ്മ ഇതിനൊക്കെ എന്തിനിങ്ങനെ കരയുന്നത്? മാറ് 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 മാറ്. ശരി, എന്തിനാ ഇത്ര നീ ദേഷ്യം? ഒന്നും പറയണ്ട. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാണിക്കില്ല. ശരി, ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മ ഇങ്ങനെ? നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ഇതെന്താ? ഇതാർക്കാ? നീലിന്. പിങ്ക് കളറോ? നന്നായിരിക്കുമല്ലേ?
വേറെന്തൊക്കെ വാങ്ങിച്ചു? ദാ തരാം. പാന്റോ? ടെലിക്കോട്ട്. അമ്മേ, അവൻ ബ്രാൻഡഡ് അല്ലാതെ ഒന്നും ഇടാറില്ല. എന്തിനാ കാശ് കളയുന്നേ? നീ കാശിനെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? നിനക്ക് മോന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അമ്മേ, അമ്മ പ്ലീസ്, അവൻ അമ്മയുടെ മരുമകനൊന്നും അല്ല. അറിയാം, ലിവിങ് ടുഗദർ അല്ലേ? എന്താ പറഞ്ഞ? അത് തന്നെ നീ പറഞ്ഞില്ലേ, ലിവിങ് ലിവിങ് അതല്ലേ? അമ്മയുണ്ടല്ലോ. ദേ കണ്ടോ? അമ്മേ, സത്യത്തിൽ ഇതൊരു നല്ല മീറ്റിംഗ് ആയിരുന്നു. അതെ അതെ. താങ്ക് യു. പ്ലീസ് താങ്ക് പ്ലീസ് യു സർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് 2 ടൈപ്സ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്നത്. ഓക്കെ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കൊണ്ട് അത് വാങ്ങിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഓർഡറുകൾ ലഭിക്കും. മനസ്സിലായല്ലോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടും. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ നെയ്മേഴ്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും കൂട്ടുകാർക്കും അതുപോലുള്ളവർക്ക് എല്ലാവർക്കും. ആൻഡ് തീർച്ചയായും അടുത്ത വർഷത്തിനുള്ളിൽ നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ബിസിനസ്. എനിക്ക് വിശ്വാസമുണ്ട്. സോ നിങ്ങളോട് ഒരു കാര്യം പറയാം. എത്രത്തോളം ഓർഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷത്തിനുള്ളിൽ നേടാൻ സാധിക്കും. റൈറ്റ്? ഓൾ ദി ബെസ്റ്റ്. പൂജ, നല്ല മീറ്റിംഗ് ആയിരുന്നു അല്ലേ? അതെ അതെ. പൂജ, കുറേ കാര്യങ്ങൾ അറിയാൻ ഇന്ന് നമ്മളുടെ അവസാനത്തെ ദിവസം. നമുക്ക് പൂജ, പുറത്തു പോയി കഴിച്ചാലോ? നൈസ് സാരി. Thank you so much. ഓക്കെ. പോവാം. നീ വരുന്നില്ലേ? അതെ, അത് ശരിയാ. Really? Hey, hi. How are you all? Long time, no? ഞങ്ങൾക്ക് സുഖം. I know, നിനക്ക് yeah, സുഖമല്ലേ? always busy, you know. ഒരുപാട് ദിവസം Yeah, come there, yeah. അതെ. ഹലോ ദയവേത് നീ എന്നെ മറന്നേക്ക്. തുഷി, പ്ലീസ്. അപ്പൊ ഇതിനെന്താ പരിഹാരം? ഡോക്ടറെ പോയിട്ട് കാണ്. ഡോക്ടറോ? ഞാൻ ഡോക്ടറെ കാണാൻ പോവില്ല. പറഞ്ഞ മനസ്സിലാവില്ലേ? ഫോൺ വെച്ചിട്ട് പ്ലീസ്, പോടാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. തുഷി, തുഷി. എന്തു പറ്റി മോളെ? അല്ല, നീ എപ്പോഴും അവനോട് മര്യാദയോട് സംസാരിക്കില്ലേ മോളെ? ഞാൻ എന്തിനാ അങ്ങനൊക്കെ? അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്ര. ഇവൾ എന്താ ഈ പറയുന്നത്? നിങ്ങളിതൊക്കെ ഇപ്പോഴൊക്കെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക. അതിന്റെ അർത്ഥം അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം, അല്ലാതെ വേറൊന്നും അല്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്ക്. ഓഹോ, അതാണോ കാര്യം? അങ്ങനെ രണ്ടുപേരും എന്നെ ടോർച്ചർ ചെയ്യും. ഞങ്ങളാണ് നിന്നെ ടോർച്ചർ ചെയ്യുന്നത്. നീയാണ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ. നിന്നെയൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ പഠിക്കാൻ അയച്ചില്ലേ? ഞങ്ങളെ പറയണം. നിങ്ങളൊന്നും പറഞ്ഞോട്ടല്ലോ, എന്റെ ഇഷ്ടത്തിന് വന്നല്ലേ. എന്താ പറഞ്ഞേ? നീ സമയത്തിന് വീട്ടിലെത്താറില്ലെന്ന് ആ വേലക്കാരൻ ഞങ്ങളോട് പറഞ്ഞല്ലോ. അല്ല, ഞാൻ നിന്നോടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഞാൻ പറഞ്ഞപ്പോഴേ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ വരുമായിരുന്നോ? പറയൂ. ഞാൻ മിണ്ടാതിരിക്കില്ല. ആ നീല് വന്ന ഉടനെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവൂ. ഇതിനൊരു തീരുമാനം അറിയാതെ ഞാൻ ഇവിടെ വരില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലമ്മേ. നിങ്ങൾ അങ്ങനെ ചെയ്താ ഞാൻ എവിടേക്കെങ്കിലും പോവും. അല്ല, നീ എന്തായി പറയുന്നേ? ഓക്കെ, ശരി, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വാ. അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം. നാട്ടിലേക്ക് ഞാൻ വരണമെന്നോ? നോക്ക്, മാസം മാസം എനിക്ക് പെൻഷൻ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നിന്റെ ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മണ്ടത്തരം പറയാതെ. എന്താ പറഞ്ഞത്? ഞാൻ വിഡ്ഢിയാണെന്നോ? ലിസൺ ടു മീ. നമുക്ക് സാമ്പത്തികം കുറവായിരിക്കാം, പക്ഷെ അഭിമാനം വിറ്റ് നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. വലിയ ഞാനി വന്നേക്കുന്നു. വന്നിരിക്കോ നാട്ടിൽ നിന്ന് ഉപദേശിക്കാൻ. നീ അച്ഛനോട് എന്തൊക്കെയാ പറയുന്നേ? എന്താ പറഞ്ഞേ? സൗകര്യങ്ങളില്ലെങ്കിൽ സാരമില്ലെന്നോ? ആ സൗകര്യത്തിന് വേണ്ടി ഇവിടെ വന്നത്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് പറ്റുന്നില്ല.